പങ്കെടുക്കുവാനായി നാട്ടിൽ നിന്നും ഒരുപറ്റം അമ്മച്ചിമാർ ഇവിടേക്ക് വന്നിട്ടുണ്ട്. അവരെ വളരെ ഹാർദവമായി ഞാൻ സ്വാഗതം ചെയ്യുന്നതോടൊപ്പം ഈ സ്റ്റേജിലേക്ക് ക്ഷണിക്കുകയും ചെയ്യുന്നു. നമ്മുടെ നാട്ടില് ക്രിസ്തീയ മീറ്റിങ്ങിനൊക്കെ പങ്കെടുത്ത് വളരെ ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരുപറ്റം അമ്മച്ചിമാരാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. നമുക്കറിയാം, സാധാരണ പ്രായമൊക്കെ ആയാൽ നമ്മുടെ മലയാളി അമ്മച്ചിമാര് വീട്ടിലെങ്ങനെ ഒതുങ്ങിക്കൂടിയിരിക്കുകയാണല്ലോ പതിവ്. എന്നാൽ നാട്ടിൽ നിന്നും ദേശാടന പക്ഷിയെ പോലെ ഇവിടെ വന്ന് ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്ന ഈ അമ്മച്ചിമാർക്ക് എല്ലാ ഭാവങ്ങളും നേർന്നുകൊള്ളുന്നു. അല്ല അമ്മച്ചി, ഞാനൊന്ന് ആലങ്കാരികമായി പറയുന്നതേ ഉള്ളൂ. അതിരിക്കട്ടെ, ഈ അമ്മച്ചികളൊക്കെ സൂക്രികളാണല്ലേ? അതെന്നെ കുഞ്ഞെ, അങ്ങനെ സൂക്രി എന്ന് പറഞ്ഞ അമ്മച്ചി സുറിയാനി ക്രിസ്ത്യാനികളുടെ ഷോർട്ട് ഫോമാണ് സൂക്രി എന്ന് പറയുന്നത്. അതെയോ? ഈ അമ്മച്ചി എന്നാ സഞ്ചിയൊക്കെ തൂക്കിയിട്ട് വന്നിരിക്കുന്നത്? ഇതോ അതെ, പോകുന്ന വഴിക്ക് ഇവിടെ കുറച്ച് പോത്തിറച്ചിയൊക്കെ കിട്ടുന്നു കേട്ടു. അത് കുറെ വാങ്ങിച്ചോണ്ട് പോകാന്ന് വിചാരിച്ചെടുത്തതാ. അതിന് എവിടാ കുഞ്ഞെ ഇവിടെ അമ്മച്ചി ഇവിടെ പോത്തിറച്ചി കിട്ടുന്നത്? ഞങ്ങളെ കാനഡയിൽ നിന്നാ വന്നത്. എന്റെ മോൻ പറഞ്ഞു ഞങ്ങള് ബഫല്ലോ വാങ്ങിച്ച് നയാഗ്ര വഴി അങ്ങ് പോകാമെന്ന്. എന്റെ അമ്മച്ചി, ബഫല്ലോ മേടിക്കണമെന്നല്ല, ബഫല്ലോ വഴി നയാഗ്രയിലേക്ക് ഇവിടെ പോകാമെന്നാണ്. അങ്ങനെയാണോ? ഈ ബഫല്ലോ എന്ന് പറഞ്ഞാല് പോത്തന്നല്ലേ? അതെ അമ്മച്ചി, അത് അങ്ങനെയും ആകാം. ഈ ബഫല്ലോ ആരെങ്കിലും സ്ഥലത്തിന് പേരിടുമോ? ഈ അമേരിക്കക്കാരുടെ ഒരു കാര്യം. അമ്മച്ചിയുടെ നാടെവിടാ? അതങ്ങ് തെക്കാകുന്നേ കാളകെട്ടി എന്ന് പറയും. അപ്പൊ അത് നാട്ടില് കാളകെട്ടി, ഇവിടെ ബഫല്ലോ സിറ്റി, അത്രേ ഉള്ളൂ. അപ്പം ഈ അമ്മച്ചിമാരിവിടെ ഡാളസിൽ വരാൻ കാരണം എന്താ? ഈ ഡാലസിൽ നല്ല കാലാവസ്ഥയും കൂടാതെ ഞങ്ങൾക്ക് വീട്ടിൽ യാതൊരു ജോലിയുമില്ല. പിന്നെ ഞങ്ങൾക്കാണെങ്കിൽ കൊച്ചു മക്കളുമില്ല. അതാ ഡാലസിൽ വന്നത്. അപ്പോഴിവിടെ ഈ ഡാളസിൽ വന്നാൽ കൊച്ചുമക്കളുണ്ടാകുമെന്ന് ആര് പറഞ്ഞു? ഞങ്ങളുടെ അച്ഛന് ഈ വർഷം 2 കൊച്ചുമക്കളുണ്ട്. അതാ അച്ഛനും കൊച്ചമ്മയും കൂടെ നാട്ടിൽ പോയത്. അപ്പൊ ഞാൻ ചില ചോദ്യങ്ങളൊക്കെ അമ്മച്ചിമാരോട് ചോദിക്കാം. അത് പാട്ടിലൂടെ മറുപടി തരണം. അങ്ങനെയായിക്കോട്ടെ. ഈ അമ്മച്ചിമാരൊക്കെ എന്നാ എപ്പോഴും വെള്ളം കൊണ്ടും ചട്ടയൊക്കെ കൊടുത്തോണ്ട് ഇങ്ങനെ നടക്കുന്നത്? ശുദ്ധ
നാട്ടിൽ